ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. ഇവൻ മറിയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവൻ്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. യേശു തമ്പുരാനെ കുറിച്ച് സ്വന്തം നഗരത്തിൽ നസ്രേത്ത് പട്ടണത്തിൽ യഹൂദന്മാർ യേശു തമ്പുരാനെ അധിക്ഷേപിക്കുകയാണ്, അവമാനിക്കുകയാണ്. അതായത് സത്യത്തിൽ യേശു തമ്പുരാനെ അവർ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുകയാണ്, കൊല്ലുകയാണ്, വംശീയാക്ഷേപം നടക്കുകയാണ്. അതായത് അവൻ്റെ അപ്പൻ്റെ തൊഴിലിനനുസരിച്ച് അവനെ തരം താഴ്ത്തി പറയുകയാണ് അവിടെ. നമുക്കറിയാം യേശു തമ്പുരാന് അനേകം അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തു. കാനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളത്തെ വീഞ്ഞാക്കി, അത് കഴിഞ്ഞ് പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നുണ്ട്, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നുണ്ട്, വരണ്ട കൈയുള്ള മനുഷ്യൻ്റെ കൈ സൗഖ്യമാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ള സ്ത്രീയെ സൗഖ്യമാക്കി. അത് കഴിഞ്ഞിട്ട് കാറ്റും കോളും നിറഞ്ഞ ആ ഒരു കടലിനെ ശാന്തമാക്കുന്നുണ്ട്. അത് യായൂറൂസിൻ്റെ മകളെ ഉയർപ്പിക്കുന്നുണ്ട്. ഇത്രയൊക്കെ അത്ഭുതപ്രദലും വീരപ്രദലൊക്കെ ചെയ്തിട്ടാണ് യേശു തമ്പുരാൻ ഈ പിതൃനഗരമായ നസ്രേത്ത് പട്ടണത്തിലേക്ക് വരുന്നത്. യേശു തമ്പുരാൻ ഒരിക്കലും താൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും അടയാളങ്ങളും ഒക്കെ ഒരിക്കലും തൻ്റെ പ്രശസ്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ താൻ പ്രസിദ്ധമാക്കാനോ ചെയ്തതല്ല. ഇന്നത്തെ ആൾ ദൈവങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ അവർ എന്തുപോലും ഒന്ന് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് അങ്ങനെ പ്രസംഗിച്ച് പറഞ്ഞിട്ട് താൻ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് തന്നെ പ്രസിദ്ധമാക്കാനായിട്ട് ഫ്ലെക്സ് ബോർഡുകളും നോട്ടീസുകളും ഈ വാട്സപ്പിലൂടെയും അല്ലെങ്കിൽ ഒക്കെ സോഷ്യൽ മീഡിയയൊക്കെ അവരെ തന്നെ പ്രസിദ്ധപ്പെടുത്തുമ്പോൾ യേശു തമ്പുരാൻ അവിടുന്ന് ഇങ്ങനെയൊക്കെ അംഗീകാരം കിട്ടുമ്പോഴും ആരെങ്കിലും തന്നെക്കുറിച്ച് പൊക്കി പറയുമ്പോഴൊക്കെ അവിടുന്ന് ഓടി ഒളിക്കുന്ന യേശു തമ്പുരാനെ കാണാൻ പറ്റുന്നത്. എന്നിട്ട് അമർച്ചയായി പറയുകയാണ്, നിങ്ങൾ ഞാൻ ചെയ്തത് ആരോടും പറയരുത് എന്നെല്ലാം ആണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഏതെങ്കിലും ആൾക്കാരിങ്ങനെ തന്നെ ഇങ്ങനെ പൂഴ്ത്തി പറയുമ്പോഴോ പ്രശസ്തമാക്കപ്പെടുമ്പോഴോ ചെയ്യുമ്പോൾ യേശു തമ്പുരാൻ്റെ ഒരു ശീലം അതായിരുന്നു. നിർജ്ജന സ്ഥലത്തേക്ക് പോയി യേശു തമ്പുരാൻ പ്രാർത്ഥിക്കും. ഒരു പക്ഷേ പൗലോസ്ലീഹ പറയുന്ന പോലെ ഞാൻ നിഗളിക്കാതിരിക്കാൻ എൻ്റെ മേലൊരു ശൂലം തന്നിരിക്കുന്നു പറഞ്ഞ പോലെ ഈ പ്രാർത്ഥന തന്നെത്താൻ സമ്മാനം മനുഷ്യനെ കുരുടനാക്കുന്നെന്ന് പറഞ്ഞ പോലെ യേശു തമ്പുരാന് ഈ അംഗീകാരത്തിനൊക്കെ ഒളിച്ചോടുകയാണ്. കാരണം യേശു തമ്പുരാൻ വന്നത് മനുഷ്യാവതാരം ചെയ്തത് സ്വയം ദൈവമായ ആ യേശു തമ്പുരാൻ മനുഷ്യാവതാരം ചെയ്തത് ഈ ലോകത്തിലേക്ക് വന്നത് അനേകരെ രക്ഷപ്പെടുത്തുവാനായിട്ടാണ്. തൻ്റെ ദൗത്യം അതാണെന്നുള്ള ബോധ്യം യേശു തമ്പുരാൻ ഉണ്ടായിരുന്നു. യേശു തമ്പുരാൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കാനാണ് വന്നത്. പ്രശംസ അർഹിക്കാനല്ല വന്നത്. മറ്റുള്ളവരെ ചേർത്ത് നിർത്തുക, ഈ ലോകത്തിലുള്ള എല്ലാവരെയും ചേർത്ത് നിർത്തി അവരെ രക്ഷിക്കുവാനായിട്ടാണ് യേശു തമ്പുരാൻ വന്നത്. ആ ദൗത്യം യേശുവിന് അറിയാമായിരുന്നു. എന്നാൽ പിതൃനഗരത്തിലേക്ക് വരുമ്പോൾ അവർ യേശു തമ്പുരാനെ ആ അപ്പൻ്റെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ താഴ്ത്തി കിട്ടുകയാണ്. പറയുകയാണ്, അവനൊരു ആശാരിയുടെ മകനല്ലയോ? അവിടെ യേശു തമ്പുരാൻ ഇത്രയും വീരപ്രവൃത്തികളും നല്ലപോലെ വാഗ്വൈഭവം ഉണ്ട്, നല്ലപോലെ സംസാരിക്കുന്നുണ്ട്. അവർക്കറിയാം ഇത് ഒരു സാധാരണക്കാരനെ കൊണ്ട് പറ്റുന്നതല്ല. ഇങ്ങനെയൊക്കെയുള്ള അത്ഭുത പ്രവൃത്തികളും എല്ലാം ചെയ്യുന്നത് ദൈവത്തിൽ നിന്ന് വന്ന ഒരാൾക്കല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഉള്ളുകൊണ്ട് അറിയാം യഹൂദന്മാർക്ക്. പക്ഷേ അത് അംഗീകരിക്കാനുള്ള ആ ദുരഭിമാനം അവരെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, അവൻ എന്തെല്ലാം പറഞ്ഞാലും ശരി, അവൻ എവിടെ എത്ര പൊങ്ങിയാലും ശരി, എത്ര ജ്ഞാനം പ്രസ്താവിച്ചാലും ശരി, എത്ര അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാലും ശരി, ഇവൻ എന്തായാലും ആ ആശാരിയുടെ മകനല്ലയോ, ആ യോസഫിൻ്റെ മകനല്ലയോ? അതുപോലെ അവൻ്റെ സഹോദരങ്ങളൊക്കെ ഇവിടെ കിടന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആ യോസയും യൂദും ശിമോനും ഒക്കെ അല്ലയോ, അവൻ്റെ സഹോദരിമാരും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അത്രമാത്രം താഴ്ത്തി കിട്ടുവാണ് യേശു തമ്പുരാനെ. അതായത് യേശു തമ്പുരാനെ അതുപോലെ വംശാക്ഷരം നടത്തുകയാണ്. നമുക്കറിയാം ഇന്നും ഈ സമൂഹത്തിലും നമുക്കറിയാം തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൾക്കാരെ, അല്ലെങ്കിൽ ജാതിമതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൾക്കാരെ നമ്മൾ വിവേചിക്കുന്നതും അല്ലെങ്കിൽ അംഗീകരിക്കുന്നതും ബഹുമാനിക്കുന്നതും ഒക്കെ. ഒരു എഞ്ചിനീയറിനോ ഒരു വക്കീലിനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനോ ഒക്കെ ഇടുന്ന അംഗീകാരം ഒരുപക്ഷെ ഒരു കൽപ്പണിക്കാരനോ അല്ലെങ്കിൽ ഒരു ആശാരിക്കോ ഒരു കൊല്ല പണിക്കാരനോ അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കാരനോ കിട്ടണമെന്നില്ല. ഒരുപക്ഷെ ഈ കൂലിപ്പണിക്കാരനും ഈ കല്ലുപണിക്കാരനും ഒക്കെ ഈ ഡോക്ടർമാരെക്കാട്ടിൽ അല്ലെങ്കിൽ ഈ എഞ്ചിനീയർമാരെക്കാട്ടിലൊക്കെ എത്രയോ
നല്ല അറിവും നല്ല വിവരവും ഒക്കെ ഉണ്ടായാലും ശരി, നല്ല ബുദ്ധി കൊണ്ടാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് എങ്കിലും അവരെ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ അവർ പൈസ ഒന്നും കണ്ടമാനം കളയാതെ ദുർവൃത്തിക്കൊന്നും പോകാതെ വീട്ടിൽ അടങ്ങി വരുന്ന ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, നല്ലപോലെ പൈസ ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും അവരെ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇനിയും നോക്കണേ, ഇവരുടെ മക്കളൊക്കെ, ഈ കൂലിപ്പണിക്കാരുടെ മക്കളൊക്കെ ഡോക്ടറോ എഞ്ചിനീയറോ ആയാലും അവരെ വിളിക്കുന്നത് ഈ ജാതിപ്പേര് കൊണ്ടോ, ഇന്ന് ആശാരിയുടെ മോനിൽ എഞ്ചിനീയർ, അല്ലെങ്കിൽ ആ ആശാരിയുടെ മോനിൽ ഡോക്ടർ, അല്ലെങ്കിൽ ആ കൊല്ലപ്പണിക്കാരൻ്റെ മോനിൽ ഡോക്ടർ എന്ന് പറയുന്നത് നമ്മൾ താഴ്ത്തി കിട്ടുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഈ എഞ്ചിനീയറിൽ എന്ന് പറയുന്ന ഡോക്ടർമാരെന്ന് പറയുന്ന വലിയ വലിയ ആൾക്കാരെ, സമൂഹം അംഗീകരിക്കുന്ന ആൾക്കാരുടെ ഒക്കെ മക്കൾ എങ്ങനെ നശിച്ചു പോയാലും ശരി, അവനെ കുഞ്ഞെന്നും അല്ലെങ്കിൽ അയ്യോ അവനാ എഞ്ചിനീയറുടെ മോനാ ഒക്കെ നിന്ന് അങ്ങനെ അംഗീകാരം കൊടുത്ത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു ഒരിക്കൽ ഒരു അയൽക്കൂട്ടത്തിലെ സ്ത്രീജനങ്ങൾ, സഹോദരികളെല്ലാം കൂടെ ഒരു പഞ്ചായത്ത് റോഡ് ഇങ്ങനെ വൃത്തിയായിക്കൊണ്ടിരിക്കുക, കാടും മേളും ഒക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇൻചാർജ് പറഞ്ഞു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വരുന്നുണ്ട്, ഇൻസ്പെക്ഷന് വരുവാണെന്ന് പറയുമ്പോൾ ആ പഞ്ചായത്ത് മെമ്പറും ഒക്കെ ഉണ്ട്. അവർ വരും, എഞ്ചിനീയർ വരുന്നുണ്ട്, വലിയ ഉദ്യോഗസ്ഥനാണ്, നിങ്ങൾ അദ്ദേഹത്തെ അതുപോലെ ബഹുമാനിക്കണം, അനാവശ്യ സംസാരങ്ങളൊന്നും പാടില്ല, നിങ്ങൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വരുമ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ എഞ്ചിനീയർ വന്നു. എഞ്ചിനീയർ വന്നപ്പം ആ ഗ്രാമത്തിൽ തന്നെ ഉള്ള ഈ അയൽക്കൂട്ടം സ്ത്രീജനങ്ങൾക്ക് അറിയാവുന്ന തന്നെ ഒരാളാണ് ആ എഞ്ചിനീയർ. ഒരു ചുമട്ടുതൊഴിലാളിയുടെ മോനാണ് ഈ എഞ്ചിനീയർ. അപ്പം തന്നെ അവരുടെ ആ മനസ്സിൻ്റെ ഇതങ്ങ് മാറി. എന്നിട്ട് ആ എഞ്ചിനീയറെ ചെന്നിട്ട് എടാ പോടാന്ന് വിളിക്കാനും, നീ ഇപ്പോൾ എവിടെ താമസിക്കുന്നത്, എൻ്റെ അച്ഛൻ എന്ത് പറയുന്നു, നീ പിന്നെ എങ്ങനെയാ വരുന്നത്, എവിടെ താമസിക്കുന്നത്, എല്ലാം ചോദിച്ച് ഇങ്ങനെ ചെയ്യുക. ഇത് വേണ്ടാന്നല്ല പറയുന്നത്. അവരൊരു പക്ഷെ കണ്ട് അവരുടെ മുമ്പിൽ ജനിച്ചു വളർന്ന, ഒരു പക്ഷെ അവരെടുത്ത് വളർന്നതായിരിക്കും. എന്നാൽ തൊഴിൽ സ്ഥലത്ത് കാണിക്കേണ്ട ഒരു മര്യാദ, ഒരു സാമാന്യ മര്യാദ, ഒരു ബഹുമാനം, അതൊന്നും കാണിക്കാതെ അവരിങ്ങനെ പെരുമാറുകയാണ്. ഒരു പക്ഷെങ്കിൽ വേറെ ഒരാളെ, അവർക്ക് അറിയാൻ വയ്യാത്ത ഒരാളെ ആരെങ്കിലും ആണെങ്കിൽ എന്ത് ബഹുമാനത്തോടെ അവരെ അംഗീകരിച്ചേനെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ യേശുമ്പുരാൻ കാണിച്ചു തരുന്ന മാതൃക എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നാളെ നിങ്ങൾക്ക് നല്ല അംഗീകാരം കിട്ടിയിരിക്കും, ഇന്നൊരു പക്ഷെങ്കിൽ അപമാനമായിരിക്കും കിട്ടുന്നത്. അതാണ് യേശുമ്പുരാൻ കാണിച്ചു തരുന്നത്. ഈ ലോകത്തിൽ ഒരുപക്ഷെ ബഹുമാനിക്കപ്പെടാം, അപമാനിക്കപ്പെടാം, ഇത് രണ്ടും ഉണ്ട്. ഇത് യേശുമ്പുരാൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് യേശുമ്പുരാൻ അറിയാമായിരുന്നു ഓശാന ഞായറാഴ്ച തന്നെ പൂക്കൾ എറിയുന്ന ആൾക്കാർ ദുഃഖവെള്ളിയാഴ്ച തന്നെ കല്ലെറിയുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് യേശുമ്പുരാൻ അവിടെ പറയുന്നത്, മനുഷ്യനെ കുറിച്ച് യാതൊന്നും സ്വതവേ അറിയേണ്ട ആവശ്യമില്ല, അവരുടെ സാക്ഷ്യവും ആവശ്യമില്ല. കാരണം ഈ ജനം ഇന്ന് തന്നെ പൂ എറിഞ്ഞാൽ നാളെ കല്ലെറിയുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ യേശുമ്പുരാൻ സ്വയം ദൈവവും സ്വയം മനുഷ്യനുമായിരിക്കെ നമ്മളോട് കാണിച്ചു തരുന്ന ദൃഷ്ടാന്തമാണ്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ പ്രശസ്തിയുടെ നമ്മളെ പൂഴ്ത്തി ഏറ്റവും ഉയരിൽ കൊണ്ടുപോകും, എന്നിട്ട് നാളെ വേണേ അവർ താഴ്ത്തിയിടും. അതുകൊണ്ട് അന്നേരം നിങ്ങൾ അതിൽ വലിയമായി സന്തോഷിക്കുകയും നാളെ അവർ താഴ്ത്തിയിടുമ്പോൾ നിരാശരാകുകയും ചെയ്തതെന്നാണ് യേശുമ്പുരാൻ നമ്മൾ കാണിക്കുന്നത്. യേശുമ്പുരാൻ എന്തുകൊണ്ടാണ് 2000-ലേറെ വർഷങ്ങൾക്ക് ഇപ്പുറവും എത്രയോ തലമുറകളുടെ ഒരു ഭക്തിയുടെ കേന്ദ്ര ബിന്ദുവായി മാറുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒറ്റ കാരണം ഇതേ ഉള്ളൂ. യേശുമ്പുരാൻ അറിയാമായിരുന്നു തന്നെ ചിലർക്ക് തൻ്റെ നേരെ ചിലർ പൂക്കൾ എറിയുന്നുണ്ട് സദുദ്ദേശത്തോടു കൂടി. എന്നാൽ അതേ സമയം തന്നെ അതിലേറെ പേര് ദുരുദ്ദേശത്തോടു കൂടി തന്നെ കല്ലെറിയുന്നുണ്ട് എന്നറിയാമായിരുന്നു. അതേസമയം യേശുമ്പുരാൻ അറിയാമായിരുന്നു തന്നെക്കുറിച്ച് നല്ലത് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, അതിലേറെ ആൾക്കാർ തന്നെക്കുറിച്ച് മോശമായത്, ചീത്തമായത്, അപമാനമൊക്കെ പറഞ്ഞു പരത്തുന്നത് യേശുമ്പുരാൻ അറിയാമായിരുന്നു. ഇതിൻ്റെ എല്ലാം യേശുമ്പുരാൻ്റെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത്, ആരെല്ലാം കല്ലെറിയുന്നുണ്ടോ, ആരെല്ലാം പൂ എറിയുന്നുണ്ടോ, അവരെല്ലാം തന്നെ ലക്ഷ്യമാക്കി എറിയുന്നുള്ളൊരു ബോധ്യം യേശുവിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആരെല്ലാം നല്ലത് പറഞ്ഞാലും ആരെല്ലാം മോശം പറഞ്ഞാലും അതൊക്കെ തന്നെ കുറിച്ചാണ് പറയുന്നുള്ള ബോധ്യമുണ്ട്. ഈ ഒരു ബോധ്യമാണ് യേശുമ്പുരാനെ ഈ ലോകത്തിൻ്റെ വീരനായകനാക്കി മാറ്റുന്നത്. ഇനി വരാനുള്ള യുഗങ്ങളിലും യേശുമ്പുരാനെ ഇതുപോലെ തന്നെ ഈ പ്രഭാപുരം അങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ യേശുമ്പുരാൻ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ പ്രശംസിക്കപ്പെടാം, അപ്പോൾ നിങ്ങൾ അതിയായി സന്തോഷിക്കാൻ പാടില്ല. നാളെ നിരസിക്കപ്പെടാം, തിരസ്കരിക്കപ്പെടാം, നിങ്ങളെ അപമാനിച്ചേക്കാം, നിങ്ങളെ ഇതുപോലെ വാക്കുകൾ കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചിരിക്കാം. അന്നേരം നിരാശനാകാതെ, അപ്പോഴും നിരാശരാകാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് ചെയ്യാം. യേശുമ്പുരാൻ ചെയ്തത് അതാണ്. ആരെയും കാണിക്കാനോ ആരുടെയും പ്രശസ്ത കേൾക്കാനോ ഒന്നുമല്ല യേശുമ്പുരാൻ ഈ ലോകത്തിലേക്ക് വന്നത്. യേശുമ്പുരാൻ വന്നത് എല്ലാവരും ഉൾക്കൊള്ളുവാനും എല്ലാവരെയും ചേർത്ത് നിർത്തുവാനും അനാഥർക്കും ആലംബകർക്കും ഒക്കെ അത്താണിയാകുവാനുള്ളത്. അതുപോലെ നമുക്ക് കഴിയാം. അതുപോലെ നമ്മളെ അംഗീകരിക്കാത്തവരെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. യേശുമ്പുരാൻ്റെ പാത
നമ്മൾ പിന്തുടരാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാമ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.